നമുക്ക് ഇനി ഒരു പുതിയ മെഷീൻ ക്ലോത്ത് ഡ്രയർ അല്ലെങ്കിൽ തുണി ഉണക്കുന്ന മെഷീൻ്റെ യൂസസ് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇത് ഭയങ്കര ഹൈജീനിക്കലി ഉണക്കിയെടുക്കുന്ന മെഷീനാണ്. നമ്മൾ ഫ്ലാറ്റ്സിലാണെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഉണക്കുന്ന സമയത്ത് പൊടി ഡസ്റ്റ് ജേംസ് ഒക്കെ സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ തുണികളിൽ വരും. ഫ്ലാറ്റ്സ് താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. സെക്കൻഡ്, നമ്മുടെ വീടുകളിൽ നോക്കുകയാണെങ്കിൽ തുണി ഉണക്കാൻ വേണ്ടി നമ്മൾ അഴ കെട്ടും അല്ലെങ്കിൽ സ്ട്രിങ്സ് കെട്ടും. മഴ സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും നോക്കുകയാണെങ്കിൽ കുറേ നമുക്കിങ്ങനെ റോപ്സ് കെട്ടിയിട്ടുണ്ടാവും അവിടുന്ന് ഇവിടുന്നൊക്കെ. ഈ പെർട്ടിക്കുലർ മെഷീൻ മേടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടും 100%. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ സീസൺ ഡ്രൈയിങ് ആണ്. എങ്ങനെ സീസൺ കാലാവസ്ഥ വന്നാലോ മഴയാണോ വെയിലാണോ അല്ലെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ഈ തുണി എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആവശ്യം പ്രകാരം നമ്മുടെ സമയത്തിന് നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റും. എക്സ്പെൻസീവ് ആയ ഡ്രസ്സസ് നല്ല വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ കളർ ഫെയ്ഡിങ് ഉണ്ടാവും. എസ്പെഷ്യലി ഡാർക്ക് കളർ ക്ലോത്ത്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2-3 പ്രാവശ്യം നല്ല വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഫെയ്ഡിങ് വരും. ഈ പെർട്ടിക്കുലർ മെഷീനിൽ നമ്മൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ കളർ ഫെയ്ഡിങ് ഉണ്ടാവില്ല. നമ്മുടെ ക്ലോത്ത് ഡ്രയറിൽ ഇത് ഉണക്കുകയാണെങ്കിൽ നമുക്ക് റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകളൊന്നും ഉണ്ടാവില്ല. ഉണങ്ങി കഴിഞ്ഞാൽ മെഷീനിൽ നേരിട്ട് തുണികൾ എടുത്തിട്ട് ഡ്രസ്സസ് എടുത്തിട്ട് നമുക്ക് ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റും. നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇത്ര നല്ലൊരു ബെനിഫിറ്റുള്ള പെർട്ടിക്കുലർ മെഷീനാണ് ക്ലോത്ത് ഡ്രയേഴ്സ്.